അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയോണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കുക ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവരുടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ സിന്ധുമ്മയുടെ ഫാമിലിയോ എൻ്റെ കസിൻസിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് മൊത്തവും കഥ കറക്കി അത് അവരെ അഗേൻസ്റ്റ് നെഗറ്റീവ് ആക്കി ഞാൻ ആ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറയാം. കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയത്ത് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാനിവിടെ 100 തിരക്കിലായിരുന്നു. നമുക്കിവിടെ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമുള്ളതില്ല. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറേ ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയതല്ല. അത് മാത്രമല്ല, അമ്മൂമ്മ അപ്പം മരിച്ചതിന് ശേഷം ഒരു വീഡിയോസിലില്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും വലിയ ഒരു കുത്തിത്തിരിപ്പായിരിക്കുമെന്ന്. ഞാൻ ആകെ പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞുള്ള വിഷമം പറഞ്ഞ് എന്നെ ടെൻഷനാക്കി. അപ്പൂപ്പനും മരിച്ച്. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇതിടാം. അമ്മൂമ്മ ഇതേപോലെ സ്കാനും കാര്യങ്ങളും അയച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നാമത് ഞാൻ ഡെലിവറിയും കഴിഞ്ഞ് നിൽക്കുക. പ്രഗ്നൻസി ടൈമിലും എനിക്കിത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അമ്മൂമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയാമല്ലോ, സത്യം പറയാമല്ലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഇതെല്ലാം എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത് എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാര വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ അവരുടെ കൊച്ചുങ്ങൾ 3 ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമെല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 6 ലക്ഷം ഉണ്ടായിരുന്ന പോലും അത് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്ക് ഇടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എൻ്റെ കാതിൽ നിന്ന് അത് വീട് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ പോലും മേടിക്കാനുള്ള സമയമില്ലായിരുന്നു സാഹചര്യം. ഇത് ഏതൊരു ഡൂപ്ലി കമ്മലാണ്, അത് അടയാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും പബ്ലിക്കലി ഇടാൻ താല്പര്യമില്ല. പക്ഷേ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. അപ്പോൾ മറ്റേ ദുബായിലൊക്കെ കയറിപ്പോയി പൈസയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിലൊന്നും ഗതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ മുട്ടു സൂര്യന് മുതൽ പോലും എടുത്ത് സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഒരുമിച്ച് അവർ ഭയങ്കര പാവപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നവർ. അപ്പോൾ അവർക്ക് ഒരു സ്ഥലം പോലും കളയാൻ ഇഷ്ടമില്ല. അപ്പോൾ അവർ കുറേ സാധനങ്ങളിങ്ങനെ കൂട്ടി വെക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ ഞാൻ വന്ന് അമ്മൂമ്മയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ അമ്മൂമ്മയോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കുമായിട്ട്. ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മൂമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പൂപ്പനും അമ്മൂമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദിയോട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അമ്മൂമ്മയും സിന്ധുമ്മയും അമ്മും വേറെ ആരും ആയിട്ടും അമ്മൂമ്മയ്ക്കും പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെ അടിയായി അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മൂമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുമ്മയുടെ ഫാമിലിയായിട്ട് ഞാനായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ. അപ്പോൾ ഇവർ അപ്പൂപ്പന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്.
അമ്മൂമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛനെ വരെ ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കേട് കാണിക്കാൻ പറ്റുമോ? ഇവർ തമ്മിൽ അടിയായി, ഓക്കെ. അപ്പോൾ ഞാനും അമ്മൂമ്മയായിട്ട് പറയുകയാണ്, അമ്മൂമ്മ എന്തോ അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്, ഈ ആൾക്കാർ വന്ന് പോകണം, എന്തോ അമ്മൂമ്മ എന്ന് പറയും. ഞാനും അമ്മൂമ്മേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവർ വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 2 ദിവസം, അതുമാത്രമല്ല അമ്മൂമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഗിരിജ വലിയമ്മ എന്ന് പറഞ്ഞിട്ട്, അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് മെയിൽ വരെ ഞാൻ ഒരു ദിവസം 8 തൊട്ട് 4 മണി വരെ നിൽക്കുന്ന ആളാണ്. അതിന് 8 മണിക്ക് വരാനുള്ളവർ 9 മണിയായിട്ടാണ് വരുന്നത്. ഓക്കെ, പോട്ടെ, നമ്മൾ അമ്മൂമ്മ പോട്ടെ. അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഈ 8 മണി എന്നുള്ള ഡെയിലി 8:45, 9 എന്നിട്ട് അവർക്ക് 4 മണിക്ക് പോകണം 3. പക്ഷേ ഈ സാലറി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 8 തൊട്ട് 4. അപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, 8 തൊട്ട് 4 മണി വരെയാണ് ജോലി. നിങ്ങൾക്ക് 2 മണിക്ക് ജോലി ചെയ്യും, നിങ്ങൾ 2 മണിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഈ ക്ലീനിങ് ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും. അപ്പോൾ എന്നിട്ട് 500 ഒരു ദിവസം എന്തോ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അറിയാതെ അമ്മൂമ്മ എക്സ്ട്രാ 50 രൂപ ഗ്യാസിന് വരെ കൊടുത്തു. ഞാൻ അമ്മൂമ്മ വഴക്ക് പറഞ്ഞു, അമ്മൂമ്മ ഒന്നാമതെ പൈസ ഇല്ലാത്ത സമയം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല. അമ്മ മക്കളെ അവൾക്ക് ഒരു 50 രൂപ ഗ്യാസിനെങ്കിലും ആവട്ടെ. അമ്മൂമ്മ